ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താ നോക്കിയാലോ? നല്ല അടിപൊളി പിങ്ക് ദോശ. നമ്മുടെ മക്കൾക്കൊക്കെ ബീട്രൂട്ട് കഴിക്കാൻ ഇച്ചിരി മടിയായിരിക്കും അല്ലേ? എൻ്റെ മോന് പ്രത്യേകിച്ച് തീരെ കഴിക്കില്ല കേട്ടോ അവൻ ബീട്രൂട്ട്. പക്ഷെ പിങ്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് റെഡിയാക്കിയാലോ? അതിനായി ഞാൻ ദോശ ബാറ്റർ റെഡിയാക്കി ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ആയപ്പോഴേക്കും നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സാക്കി വെക്കാം. ഇനി പിങ്ക് ദോശയ്ക്കുള്ള ഐറ്റംസ് എടുക്കാം. അതിനായി ഞാനൊരു പീസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഇത്രയും മാത്രം മതി. അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ട ബാറ്റർ ഒരു ബൗളിലോട്ട് മാറ്റാം. ഓക്കെ, എന്നാലും നമ്മൾ അരച്ച് വെച്ച ആ ബീട്രൂട്ട് മിക്സില്ലേ, അത് അതിനകത്തേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പം നല്ല അടിപൊളി പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ടല്ലേ? ഇതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിനായി ഞാൻ ടൊമാറ്റോയും സവോളയും ഒരു പീസ് ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കുക, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പൊടികളുടെ റോസ്മെല്ലൊക്കെ പോയി തക്കാളിയും സവോളയൊക്കെ നന്നായി വഴറ്റി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഒന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്കൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. ഓക്കെ, തേങ്ങയും ഒരു കുഞ്ഞു പീസ് മാങ്ങയും നല്ല എരിവുള്ള പച്ചമുളകും ഒക്കെ ഇട്ടരച്ച തേങ്ങാ ചമ്മന്തിയും റെഡി. ഇനി നമുക്ക് ടൊമാറ്റോ ചട്നി കൊണ്ട് അടിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, വെള്ളം ചേർക്കണ്ട എന്നാണെങ്കിൽ ഇത്രയും മതി കേട്ടോ. ഇത്രയും തിക്കിലെടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊന്ന് കടുക് താളിക്കാം. വെളിച്ചെണ്ണ ചൂടാക്കുക, അതിനകത്തേക്ക് വറ്റൽമുളക് ഇടുക, കടുക് ഇടുക, കറിവേപ്പില ഇടുക. എന്നിട്ട് പൊട്ടിച്ച് രണ്ടിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മുടെ ചട്നീസൊക്കെ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കുക. ഇനി പിങ്ക് ദോശ ഉണ്ടാക്കാം. അതിനായി പാൻ ചൂടാക്കി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തിക്കിലാട്ടോ ഞാൻ ഉണ്ടാക്കണേ. എന്നിട്ട് ആവശ്യത്തിന് ഗീ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഓക്കെ, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.